രാവിലെ തന്നെ നമ്മളെ ബർത്ത്ഡേ വ്ളോഗൊക്കെ കണ്ടാണ് കേട്ടോ ഇന്നത്തെ രാവിലത്തെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യണത്. ഞാനൊരു 3-4 പ്രാവശ്യമൊക്കെ റീ എഡിറ്റ് ഒക്കെ ചെയ്ത് നോക്കിയിട്ടൊക്കെ തന്നെയാണ് വീഡിയോ അപ്ലോഡ് ആക്കുക. പക്ഷേ അപ്ലോഡ് ആക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ കെട്ടിയവൻ്റെ ഫോണിൽ നിന്ന് ഒന്നുകൂടി ഒന്ന് കാണും കേട്ടോ. അപ്പം ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെയാണ്. കമ്പത്തിനോട് കമ്പുണ്ടെങ്ങൾക്ക് എനിക്ക് വലിയ കമ്പൊന്നുമില്ല കേട്ടോ, പക്ഷെ എൻ്റെ വീട്ടുകാർക്ക് നല്ല കമ്പാണ്. അപ്പം എന്നപോലെ കമ്പത്തിന് ഇന്ന് കമ്പുണ്ടാക്കി കൊടുക്കാം. ഇത് കൊണ്ടുവന്ന് വെച്ചിട്ട് കുറച്ച് ദിവസമായിക്കണം കേട്ടോ, കേട് വരാനായി തുടങ്ങുന്നുണ്ട്. അപ്പോഴേക്കും വേഗം കേട് വരുന്നതിന് മുന്നേ വേഗം ഒന്ന് സെറ്റാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഈ സാധനം കോൺ എന്നുള്ള പേര് മാറ്റി പോപ്കോണായി വന്നാൽ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഞാൻ കഴിക്കലുമുണ്ട്. പക്ഷേ എനിക്കത് ഉണ്ടാക്കി നോക്കാൻ അത്രക്ക് വലിയൊരു എന്താ പറയുക താല്പര്യം ഇല്ല, പേടിയാണ് കേട്ടോ എനിക്ക്. കാരണം ഇങ്ങനെ പൊട്ടിത്തെറിക്കണമൊക്കെ കാണുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ വക പരീക്ഷണങ്ങൾക്കൊന്നും നിൽക്കലില്ല. തൽക്കാലികം നമുക്കിപ്പോൾ ഇതിങ്ങോട്ട് പുഴുങ്ങിയെടുത്താലോ. അപ്പോൾ അതിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് ഞാനതങ്ങോട്ട് പുഴുങ്ങാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. മസാലകളൊക്കെ ഇട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു മസാലയൊക്കെ ഓണാക്കാം. പിന്നെ ഞാൻ വലിയ താല്പര്യ കക്ഷി അല്ലാത്തതുകൊണ്ട് ഞാൻ ആ വക പണിക്കൊന്നും നിന്നില്ല കേട്ടോ. തൽക്കാലികം അതൊന്ന് പുഴുങ്ങി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവും അങ്ങോട്ട് ഒതുക്കിയിട്ടോ ഞാൻ. അപ്പം നമുക്ക് റവ ഉപ്പുമാവ് ഉണ്ടാക്കി തുടങ്ങിയാലോ. എളുപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെന്ന് തോന്നുമ്പോൾ അപ്പോൾ പിടിക്കണ വഴിയാണ് കേട്ടോ. ഒന്നില്ലെങ്കിൽ നമ്മൾ ഉപ്പുമാവ് അല്ലെങ്കിൽ പുട്ട്, ഇത് രണ്ടും എനിക്ക് സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റുകളാണ്. അപ്പം നമ്മുടെ ഉപ്പുമാവ് റെഡിയായി വന്നപ്പോഴേക്കും നമ്മുടെ കോണുതാ പുഴുങ്ങിയെടുത്തിക്കണം കേട്ടോ. പുഴുങ്ങി വന്നപ്പോൾ ആളെ കളറൊക്കെ ഒന്ന് മാറി. കാണാനുള്ള ഭംഗിക്ക് ഞാനൊന്ന് ഒരിത്തിരിയൊക്കെ കഴിച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ. പണ്ടൊക്കെ ഞാൻ നല്ലോണം കഴിച്ചിരുന്ന സാധനമാണിത്. പക്ഷേ എനിക്കെന്തോ ഇപ്പം ഇതിനോട് വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ഇപ്പം എൻ്റെ മക്കൾക്ക് അതേപോലെയാണ്, നല്ല ഇഷ്ടമാണ് ഈ ഒരു സാധനം. പിന്നെ മക്കളിന്ന് രാവിലെ ഇത് മാത്രം കഴിച്ചിട്ടാണ് കേട്ടോ മദ്രസക്ക് പോകാൻ ഒരുങ്ങിയത്. അപ്പം നമ്മുടെ ഉപ്പുമാവൊക്കെ ഇവിടെ റെഡിയായി വന്നിക്കണേ. അങ്ങനെ ഞാൻ ചായയൊക്കെ കൊടുത്ത് ആദ്യത്തെ ആളെ പറഞ്ഞു വിടട്ടെ. അപ്പോൾ ഷൂവും സോക്സൊക്കെ കുത്തിക്കയറ്റി നമ്മളെ ഗൃഹനാഥനാണ് കേട്ടോ ആദ്യം സ്കൂളിൽ പോണത്. മൂപ്പര് ഏത് സ്കൂളിലാണെന്ന് ചോദിച്ചാൽ KCB ഇലക്ട്രിസിറ്റി സ്കൂളിലാണ് കേട്ടോ മൂപ്പര് പഠിച്ചത്. അങ്ങനെ 7:15 ആകുമ്പോഴേക്കും മൂപ്പര് റെഡിയായി പോകും കേട്ടോ. പിന്നെ 7:30 ആകുമ്പോഴത്തേന് മക്കൾക്ക് മദ്രസക്കും പോകണം. അങ്ങനെ അതാ ഓലും മാറ്റി നീ കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓല് തിന്നതിൻ്റെ ബാക്കി കുറച്ച് കോണണി കേട്ടോ, 3-4 പീസ് ബാക്കിയുള്ളത്. അപ്പോൾ പിന്നെ ഓല് കഴിച്ചാൽ പിന്നെ ആരും ഇവിടെ കഴിക്കൂലല്ലോ. അപ്പോൾ ബാക്കി അഫിമോക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് അതും പാത്രത്തിലാക്കിയിട്ടാണ് കേട്ടോ നീ കുട്ടി മദ്രസ പോയത്.